ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഓൺ വോയിസിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ തെറ്റ് കുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലാവൻഡർ ബോട്ട് റെൻഡറിൽ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം, വച്ച് ലാഗ് അടിപ്പിക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു അക്കൗണ്ട് ജിറ്റബിൽ ക്രിയേറ്റ് ചെയ്യുക. സൈൻ അപ്പ് ഫോർ ജിറ്റബ്. അതിനുശേഷം ഇമെയിൽ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. ഒരു യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം കണ്ണിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് ഇങ്ങനെ കാണിക്കും. അതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയ ക്യാപ്ച പോലെ എന്തെങ്കിലുമൊക്കെ വരും, അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ വിഷ്വൽ പസിലാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം മെയിലിലോട്ടൊരു OTP വരും, അത് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൽ എൻ്റർ ചെയ്തത് റോങ് ആണ്. അപ്പോൾ ഒന്നുകൂടെ അത് കറക്റ്റ് ചെയ്യുക. കണ്ടു കൊടുക്കുക. വിഷ്വൽ പസിൽ. ഓക്കെ, സബ്മിറ്റ്. ഓക്കെ, OTP ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. 74. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്തെടുത്തതിന് ശേഷം കണ്ടു കൊടുക്കുക. ഓക്കെ, മെയിൽ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ മെയിൽ പാസ്വേഡ് മേടിച്ച് സൈൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ ലാവൻഡർ MD ജിറ്റബ് എന്ന് അടിക്കുക. ലാവൻഡർ MD ജിറ്റബ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിപ്ലോയ് ഓൺ റെൻഡർ ആണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേർ കോഡ് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് വാട്സപ്പിലാണോ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ക്യാരക്ടേഴ്സ് വാട്സപ്പിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലിങ്ക് ഡിവൈസിൽ പോവുക. ലിങ്ക് ഡിവൈസ് കൊടുക്കുക. യൂസ് മൊബൈൽ ഡാറ്റ കൊടുക്കുക. സ്ക്രീൻ ലോക്ക് കൊടുക്കുക. ലിങ്ക് വിത്ത് ഫോൺ നമ്പർ ഇൻസ്റ്റേഡ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ക്യാരക്ടേഴ്സ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ ലോഗിൻ ആയതിനു ശേഷം ഈ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോഡ് കിട്ടും. ആ കോഡിനെ കോപ്പി ചെയ്തതിനു ശേഷം ചാറ്റിൽ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് DM സെൽഫ് ചാറ്റിൽ തന്നെ വരുന്നതായിരിക്കും കോഡ്. ഓക്കെ, ചിലവർക്ക് വരത്തില്ല, വരാത്തവർ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അതിനുശേഷം റെൻഡറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. render.com എന്നടിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീ കൊടുക്കുക. അതിനുശേഷം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ GitHub എന്ന് കാണും. GitHub ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓതറൈസ് റെൻഡർ കൊടുക്കുക. അതിനുശേഷം GitHubലുള്ള സെയിം മെയിൽ വരും. അപ്പോൾ അത് ആ മെയിൽ വെച്ചിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ മെയിലിലോട്ട് ഒരു ലിങ്ക് വരും. ഓക്കെ, ആ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുക. ഗൈസ് അപ്പോൾ ഇങ്ങനെ വരും, വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സ്കിപ്പ് കൊടുക്കുക. സ്കിപ്പ് കൊടുത്തതിന് ശേഷം മുകളിൽ നിങ്ങളുടെ ഇമെയിലിൻ്റെ ഫസ്റ്റ് അക്ഷരം വെച്ച് ഒരു ഐക്കൺ കാണും. ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് പോയതിനു ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ API കീസ് എന്ന് കാണും. ആ API കീസിൽ ക്രിയേറ്റ് API കീ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും നെയിം വെച്ചിട്ട് ഒരു API ക്രിയേറ്റ് ആക്കുക. എന്നിട്ട് ആ API കോപ്പി ചെയ്യുക, ഡൺ അടിക്കുക. എന്നിട്ട് ചാറ്റിൽ അത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഇവിടെ വന്നതിന് ശേഷം ആഡ് ന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ PostgreSQL ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്തതിനു ശേഷം ഇവിടെ ഫ്രീ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുക്കുക. അത് ഗൈസ് അപ്പോൾ മുകളിൽ ഇവിടെ കണക്ട് എന്നൊരു ഓപ്ഷൻ കണ്ട കണക്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്റ്റേണൽ പോവുക. എന്നിട്ട് ഫസ്റ്റ് URL കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ചാറ്റിൽ എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റീഫ്രഷ് ആക്കി. ഓക്കെ, ഇവിടെ ആഡ് ന്യൂ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെബ് സർവീസ് ഉണ്ടോ വെബ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പബ്ലിക് ജിറ്റ് റിപ്പോസിറ്ററി അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ URL അവിടെ പേസ്റ്റ് ചെയ്യണം. ഈ URL ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്തതിനു ശേഷം കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുത്തതിന് ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം ഈ ഫ്രീയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഡാറ്റാബേസ് URL കൊടുക്കുക. ഞാൻ ഡാറ്റ എല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തത്. ഡാറ്റാബേസ് കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, URL കൊടുക്കുക. അതിനുശേഷം ഈ PostgreSQL ഒന്ന് കോപ്പി ചെയ്ത് URL എടുക്കുക, അതിനെ കോപ്പി ചെയ്യുക, വാല്യൂവിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എൻവയറമെൻറ്റ് വാല്യൂവിൽ കൊടുക്കുക, render underscore API underscore key. അതിനുശേഷം റെൻഡറിൽ നിന്ന് ക്രിയേറ്റ് ആക്കിയ API കീ കോപ്പി ചെയ്യുക, വാല്യൂവിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് എൻവയറമെൻറ്റ് വേരിയബിൾ കൊടുക്കുക. അതിനുശേഷം സെഷൻ ID എന്ന് ടൈപ്പ് ചെയ്യുക. സെഷൻ അണ്ടർസ്കോർ ID എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, മറന്നു പോയതാ കാര്യം. അതിനുശേഷം സെക്ഷൻ ID കൊടുക്കുക, കോപ്പി ചെയ്യുക, വാല്യൂവിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആഡ് എൻവയറമെൻറ്റ് വേരിയബിൾ കൊടുക്കുക, പോർട്ട് എന്നടിക്കുക. എന്നിട്ട് പോർട്ടിൻ്റെ വാല്യൂ 3000 കൊടുക്കുക, 3000 കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് എൻവയറമെൻറ്റ് വേരിയബിൾ വരിക,
റെൻഡർ നെയിം കൊടുക്കുക. അത് ഫസ്റ്റ് റെൻഡർ നെയിം കോപ്പി ചെയ്തെടുക്കുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ്. അതിനുശേഷം ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യാനാണെങ്കിൽ 10-15 മിനിറ്റ് ആവും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതാ ഇവിടെ ബിൽഡിംഗ് എന്നുണ്ടാവും, അത് കംപ്ലീറ്റ് ആവണം. എന്നിട്ട് ആക്റ്റീവ് എന്ന് കാണിക്കുന്നതായിരിക്കും. ടൈം എടുക്കും, അതൊരു 15 മിനിറ്റ് 15-20 മിനിറ്റോളം എടുക്കും. വെയിറ്റ് ചെയ്യുക അത്രത്തോളം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ബോട്ട് ഏകദേശം ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അല്ല, 100% ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വാട്സപ്പ് ചാറ്റിനകത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഡിപ്ലോയ് ചെയ്യുമ്പോൾ അത് ഡിപ്ലോയ് ആയെന്ന് ഫസ്റ്റ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ചാറ്റിൻ്റെ ദൂരം പറയാൻ പറ്റും. കറക്റ്റായിട്ട് ഡിപ്ലോയ് ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, കുറച്ച് കൂടെ ഉണ്ട്. ഒന്നും വന്നിട്ടില്ല. സെൽഫ് ചാറ്റിൽ വരും ഡിപ്ലോയ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഡിപ്ലോയ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് അല്ലെങ്കിൽ പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെയാണത്. മെനു അടിച്ചു നോക്കാം. ഡോട്ട് മെനു. അപ്പോൾ ഗൈസ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്ര തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിരിക്കും. ടേക്ക് കെയർ. ഓക്കെ, ബൈ.